അപ്പോൾ ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇന്ന് നടന്നു കേട്ടോ. ചെടികളെയൊക്കെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ചെയ്യാൻ പറ്റിയപ്പോൾ വളരെ സന്തോഷം തോന്നി കേട്ടോ. ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് വിചാരിച്ച ആ സമയത്ത് ചെയ്യാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ 8 ചട്ടിയിലായിട്ട് പച്ച കളർ ചീരയും അതുപോലെ ചുവന്ന കളർ ചീരയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിൽ നിന്ന് 2 പ്രാവശ്യം നമ്മൾ അതിൻ്റെ വിളവെടുത്തു, 2 പ്രാവശ്യം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനിപ്പോൾ മാറ്റി ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കുറേ ചീര തൈകൾ വേറെ മുളയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ മുളകും തൈയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി ഒരു വലിയ ഇതിലേക്ക് മാറ്റുകയാണെങ്കിൽ എനിക്ക് അതിൽ കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി അതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റിയത്. അപ്പം തന്നെ നമുക്കിപ്പോൾ ഈ ചട്ടി ഒഴിവായി കിട്ടുകയും ചെയ്യും. അതിൽ നമുക്ക് വേറെ എന്തെങ്കിലും തൈകൾ നടുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഈ ഗ്രോ ബാഗിലേക്ക് ഇതിനെ മാറ്റി ഇനി ഞാൻ ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊന്ന് മാറ്റി വെച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി മൊത്തത്തിലൊന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ മൊത്തത്തിലൊന്ന് നനച്ച് കൊടുത്ത സമയത്ത് തോന്നി ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചെടികളെയും കൂടി കുത്തിക്കയറ്റി വെച്ചാലോ എന്ന്. അപ്പോൾ നന്നായിട്ട് ഭംഗി കൂടുമെന്ന് തോന്നി. അപ്പോൾ ഇതേ ഈ 3 ചെടി എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പോൾ ഈ 3 ഇതിൻ്റെ ഇടയിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കിളിച്ചെടി എന്നൊക്കെ പറയൂലേ, ഇവിടെ ഈ നാട്ടിൽ നമ്മൾ കൊങ്ങിണിപ്പൂ എന്നാണ് ഇതിനെ പറയുക. അതിൻ്റെ 3 കളേഴ്സാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ റെഡും യെല്ലോവും പിന്നെ ഒരു മെറൂൺ പോലത്തെ ഒരു കളറുമാണ് കേട്ടോ. അപ്പോൾ അത് 3 അതിൽ യെല്ലോവും റെഡും മാത്രമേ ഇപ്പോൾ പൂവായിട്ട് നിൽക്കുന്നുള്ളൂ, മറ്റേത് പൂ ഇട്ടിട്ടില്ല. റോട്ടിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ വേറെ പല കളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും വിചാരിക്കും ഒന്ന് നിർത്തിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം, പക്ഷേ കൊമ്പൊന്ന് ചോദിച്ചിട്ട് പൊട്ടിക്കാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ പൊട്ടിക്കാനോ ഒന്നും നിൽക്കാറില്ല. അപ്പോൾ ഞാനെല്ലാം സെറ്റ് ചെയ്ത് ഇന്നിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ അതിൻ്റെ കുറച്ച് വളമിടലും എല്ലാ കാര്യങ്ങളും നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു.